Welcome to our 24th lecture on quantum mechanics. 24th lecture on quantum mechanics. Today's topic is admissibility conditions or acceptability conditions on tertiary states for BSc students. Quantum mechanics 24, admissibility conditions of wave function. You look here, what are the admissibility conditions? Admissibility conditions of wave function. Following are the admissibility conditions, or they are also called acceptability conditions for wave function used in Schrodinger equation. ഇപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് നമ്മളൊരു വേവ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴാണ് സ്വീകാര്യമാകുന്നത്, എപ്പോഴൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനാണ് പറയുന്നത്. എല്ലാ വേവ് ഫംഗ്ഷനും ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ. Here there is the first two conditions. The wave function should be described by the probability density P is equal to psi s star is equal to psi modulus square. അപ്പോൾ വേവ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ഒന്നാമത്തെ അഡ്മിസിബിലിറ്റി കണ്ടീഷനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. psi star psi is equal to psi modulus square. രണ്ടാമത്തത്, the second one, the total probability should be unity. That we know the normalization condition. Integral minus infinity to plus infinity psi star psi d tau is equal to 1. That is the second admissibility condition, that is the normalization condition. The third condition is the probability density should be unique. അതൊരു യുണീക്ക് വാല്യൂ ആയിരിക്കണം, മാറ്റമില്ലാത്തൊരു വാല്യൂ ആയിരിക്കണം. നമ്പർ 4, the wave function must be finite and single valued at any point in space. വേവ് ഫംഗ്ഷന് ഒരു പോയിന്റിൽ, സ്പേസിൽ, റീജിയനിൽ ഒരു പോയിന്റിൽ ഒറ്റ വില മാത്രമേ പാടുള്ളൂ. അത് ഫൈനറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റി ആകാൻ പാടില്ല, ഫൈനറ്റ് ആയിരിക്കണം. ഒരു സിംഗിൾ വാല്യൂ മാത്രമേ പാടുള്ളൂ ഒരു പോയിന്റിൽ. നമ്പർ 5, psi must be continuous and del psi must be finite. അത് മാത്രമല്ല, psi കണ്ടിന്യൂസ് ആയിരിക്കണം. സൈക്കിന് വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, പോയിന്റുകൾ മാറുമ്പോൾ, ഇൻഫിനിറ്റി ആകാൻ പാടില്ല. ആ del psi must be finite. del psiക്കും കൃത്യമായ ഒരു വിലയുണ്ടായിരിക്കണം. Number 6, del psi must be continuous for the existence of del square psi in Schrodinger equation. del psi കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. കാരണം ഷ്രോഡിംഗർ ഇക്വേഷൻ ആരംഭിക്കുന്നത് തന്നെ del square psi പ്ലസ് അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ del psi കണ്ടിന്യൂസ് അല്ലെങ്കിൽ del square psi ഉണ്ടാകത്തില്ല. അപ്പോൾ del psi വേണം, അതിൻ്റെ കൂടെ del square psi എക്സിസ്റ്റ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ psi ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ 6 കണ്ടീഷൻ. അതാണ് വേവ് ഫംഗ്ഷൻ്റെ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ്. ദീസ് ആർ ദി 6 important acceptability conditions of wave function. Or these are all the properties of wave function satisfying Schrodinger equation. Schrodinger equationൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി കൂടിയാണ് ഈ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ്. So this is a question, what are the admissibility conditions of wave function in quantum mechanics, or give some properties of wave function satisfying Schrodinger equation. Now here is a question and the handwriting is changed. Question, which of the following functions satisfy admissibility conditions? Check only finiteness. അപ്പോൾ താഴെ കുറച്ച് ഫങ്ഷൻസ് തരികയാണ്.
ഇവ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് അനുസരിക്കുന്നത് ഏതൊക്കെയാണ് ഇവയിൽ, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്ന ഫങ്ഷൻസ് ഈ താഴെ കൊടുക്കുന്നതിൽ ഏതൊക്കെയാണ്? ഇത് ചെക്കുള്ളി 6 കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട. ഓൺലി ഫൈനറ്റ്നസ്, വേവ് ഫംഗ്ഷൻ ഫൈനറ്റ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, ഇത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് സാറ്റിസ്ഫൈ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ്? ചെക്ക് ഓൺലി ഫൈനറ്റ്നസ്, ആ ഫൈനറ്റ് വാല്യൂ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് ഫങ്ഷൻസ്. ഫസ്റ്റ് ഫംഗ്ഷൻ psi is equal to a cos x. Psi is not given, we can read like that. Psi is a cos x. Second function psi is equal to a tan x. Third is psi is equal to e raised to minus modulus x. Modulus x പവർ ആണ്, ഒരു മൈനസ് ഫ്രണ്ടിലുണ്ട്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എ ഇസ് എ ഫൈനറ്റ് ക്വാണ്ടിറ്റി. ഇതിനകത്തുള്ള ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് വരുന്ന വാല്യൂ ഫൈനറ്റ് ആണ്. അപ്പം നമുക്കിവിടെ 3 ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. ഇവ ഏതൊക്കെയാണ് ഫൈനറ്റ് അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി കണ്ടീഷൻ അനുസരിച്ച് ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്ന ഫങ്ഷൻസ് ഏതൊക്കെ തെളിയിക്കണം? 3 ഉണ്ട്. ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്പർ 1, എ കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഫൈനറ്റ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, സോ ഇറ്റ് ഈസ് അഡ്മിസിബിൾ. അർത്ഥം ഇതാണ്, ഈ കോസ് എക്സ് നമ്മൾ വാല്യൂ എടുക്കണമെങ്കിൽ ഇപ്പോൾ കോസ് എക്സ് കോസ് 0 is 1, കോസ് 30 is √3/2, കോസ് 45 is 1/√, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എടുത്താൽ ഒരിക്കലും ഇൻഫിനിറ്റി പോകുന്നില്ല. ഇൻഫിനിറ്റി പോയില്ല എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇൻഫിനിറ്റി പോകുമ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്. അത് മുറിഞ്ഞു പോകും. അതിന് വാല്യൂ നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നീട് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഫൈനറ്റ് ആയിട്ട് വാല്യൂ, ഇൻഫിനിറ്റി ആകാതെ ഫൈനറ്റ് ആയിട്ട് വാല്യൂ വരണം. കോസ് എക്സിന് എക്സിൻ്റെ വാല്യൂ ഏതാങ്കിലും കൊടുത്താലും നമുക്ക് ഫൈനറ്റ് വാല്യൂ കിട്ടും, ഒരിക്കലും ഇൻഫിനിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഫൈനറ്റ് വാല്യൂ കിട്ടുന്നതുകൊണ്ട് psi is equal to a cos x അഡ്മിസിബിൾ ആണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് എ ടാൻ എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ടാൻ എക്സിന് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ എക്സ് ഒരു 90 വാല്യൂ കൊടുത്താൽ ഇൻഫിനിറ്റി പോകും. ടാൻ 90 is ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ആഞ്ഞാൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നർത്ഥം. ഇഫ് യു പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 90 degree, we get an infinity value of tan x. The meaning is it is not a finite, it is infinite, so discontinuous. So this function, what is written? You look here, what is written there? A tan x is discontinuous at x is pi/2. Pi/2 is 90. So function becomes infinity, so discontinuous. It is not finite for all values x. Hence it is not acceptable function. It is not an acceptable function. ഈ ടാൻ 90 ടാൻ എക്സ് ഇൻഫിനിറ്റി പോകുന്നത് കൊണ്ട് അത് ഫൈനറ്റ് വാല്യൂ അല്ല. അതുകൊണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ അല്ല അത്. ഇനി അടുത്തത് നമ്പർ 3, psi is equal to a raised to modulus x. It is finite for all values of x. Function vanishes at x is equal to plus or minus infinity. എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് e raised to മൈനസ് ഇൻഫിനിറ്റി കിട്ടും. e raised to മൈനസ് ഇൻഫിനിറ്റി 1/e raised to ഇൻഫിനിറ്റി, അത് 0 ആണ്. 0 വാല്യൂ ഫൈനറ്റ് വാല്യൂ ആണ്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ടാലും നമുക്കൊരു ഫൈനറ്റ് വാല്യൂ കിട്ടും. എക്സ് ഇൻഫിനിറ്റി, അതിനകത്ത് എക്സിൻ്റെ ഏതെങ്കിലും വാല്യൂ ഇട്ട് നോക്കുക, ഒരിക്കലും ഇൻഫിനിറ്റി ആകത്തില്ല. നേരെ മറിച്ച് സൈസുകൾ e raised to x ആയിരുന്നെങ്കിൽ അത് അഡ്മിസിബിൾ അല്ല. കാരണം അതിന് എക്സ് വാല്യൂ ഇൻഫിനിറ്റി ഇട്ടാൽ ഇൻഫിനിറ്റി ആയി പോകും. നിങ്ങൾ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 3 psi is equal to a raised to minus modulus x ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തിട്ടാലും നിങ്ങൾ എന്ത് വേണ്ടിയിട്ട് നോക്കിക്കോളുക, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ വാല്യൂ ഒരിക്കലും ഇൻഫിനിറ്റി പോകുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, psi is equal to a raised to x, is it admissible? It is not admissible. പ്ലസ് എക്സ് ആണ് അഡ്മിസിബിൾ അല്ല, കാരണം അത് ഇൻഫിനിറ്റി പോകും. സോ ഇൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ psi is equal to e raised to minus modulus x is admissible because its value for any value of x, the function gives a finite value. On the other hand, if it is psi is equal to a raised to x, it is not finite because if x is infinity, the function becomes discontinuous. So the answer, it is clear, I think. And next is another important short answer question. Tertiary states.
What are tertiary states? That's a repeated question. What are tertiary states? The states for which the probability density is a constant in time are called tertiary states. For tertiary states, P is equal to psi star psi is a constant. അപ്പോൾ വേവ് ഫംഗ്ഷൻ്റെ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി കണ്ടാൽ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. പ്രോബിലിറ്റി ഡെൻസിറ്റിക്ക് കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള സ്റ്റേറ്റുകളെ, വേവ് ഫംഗ്ഷൻ സ്റ്റേറ്റുകളെ, അവയെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷണറി സ്റ്റേറ്റ്സ്. ആൻഡ് ദർ ഇസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. A time-dependent wave function can be written as psi is equal to psi 0 e raised to minus I by h dt. ഇത് വേവ് ഫംഗ്ഷൻ്റെ ഒരു ടൈം ഡിപ്പെൻഡ് ഫോമാണ്. നമ്മൾ മൈനസ് കെ എക്സ് എന്നുള്ള ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈം ഡിപ്പെൻഡ് ഫോം എഴുതിയിരിക്കുകയാണ് ഇവിടെ. psi 0 ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവ് ഫംഗ്ഷൻ നേരത്തെ പഠിച്ചതാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ അത് പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഫംഗ്ഷൻ വിചാരിക്കുക. Then the probability density psi star psi we calculate. That is psi e raised to minus I by h dt into psi 0 e raised to minus I by h dt into psi 0 star e raised to plus I by h dt. That is the complex conjugate. On multiplication we get psi 0 star e raised to 0. E raised to 0 is 1. That is P. We started with the psi star psi, which becomes psi 0 star. If it goes like this, it is a constant. And that is the tertiary state condition. In this case, psi and psi 0 are same. Then for tertiary states, the condition is P is equal to psi star psi is equal to psi modulus square. We can put a square outside also. Or psi 0 square, we can put square outside the modulus. So the condition for tertiary state is P is equal to psi RT square modulus is equal to psi R0 square modulus. If you put square outside, there is no mistake. And one more sentence about the tertiary states. It can be also seen that in tertiary states, the expectation value of an observable whose operator does not depend on time explicitly is a constant in time. It can be also shown that in tertiary states, the expectation value of an observable whose operator does not depend on time explicitly is a constant in time. ഓപ്പറേറ്റർ ടൈമിനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ ക്വാണ്ടിറ്റിയുടെ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. It can be seen that in tertiary states, the expectation value of an observable whose operator does not depend on time explicitly is a constant in time. tertiary സ്റ്റേറ്റ്സിൽ ഒരു ഒബ്സർവബിളിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡ് അല്ല എങ്കിൽ. അതാണ് അർത്ഥം. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ tertiary states in wave mechanics? Explain. And there is one more question, and that question we studied in detail in the 4th unit. And here just to complete the syllabus, I have given a meaning of the orthogonal function. That term is included in our syllabus. That is why it is given here, orthogonal functions. Its simple meaning is written here. We study in detail in the 4th unit. Orthogonal functions, what are they? They mean their scalar product is 0. Functions are like vectors. You know, scalar product means A dot B. If A dot B is 0, like that. If psi 1 dot is psi 2, that is the meaning. Orthogonal functions, they mean their scalar product, inner product or dot product is 0. For functions, scalar product is the integral of the product of function values. For instance, sine and cos are two orthogonal functions often used to describe waves. ഇപ്പോൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും നമുക്കറിയാം ഒരു 90 വ്യത്യാസമുള്ളത്. ഇപ്പോൾ സൈൻ
90 മൈനസ് തീറ്റ ഈസിക്കൽ കോസ് തീറ്റ എന്ന് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 90 ആംഗിൾ ഉണ്ട്, അവ രണ്ടിൻ്റെയും ഒരു സൈൻ ഫംഗ്ഷൻ്റെയും അല്ലെങ്കിൽ ഐ വെക്ടർ ജെ വെക്ടർ എന്ന് പറഞ്ഞ പോലെ ആ സൈൻ തീറ്റ ഐ വെക്ടർ ആണെങ്കിൽ കോസ് തീറ്റ ജെ വെക്ടറായി. ഐ ഡോട്ട് ജെ 0 ആണ്. അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരുന്ന, സ്ക്വയർ പ്രൊഡക്റ്റ് 0 വരുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഫങ്ഷൻസ് ഉണ്ട്, ഡോട്ട് പ്രൊഡക്റ്റ് 0 വരുന്ന, സ്കേലാർ പ്രൊഡക്റ്റ് 0 വരുന്ന, ഇന്നർ പ്രൊഡക്റ്റ് 0 വരുന്ന, ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് സ്കേലാർ പ്രൊഡക്റ്റ്, ഇന്നർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയും. ഇന്നർ പ്രൊഡക്റ്റ് അവ 0 വരുന്ന ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ ഫങ്ഷൻസ്. നമുക്കറിയാവുന്ന, ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നമുക്കറിയാവുന്നതാണ് ഈ സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ. അവ വേവുകളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. y = a sin omega t, y = a cos omega t. ഇവ രണ്ടും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അവ ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ്. രണ്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഈ ഐ ഡോട്ട് ജെ 0 വരുന്ന പോലെ വരും. ദാറ്റ്സ് എ മീനിങ്. സോ യു അണ്ടർസ്റ്റാൻഡ്, two functions are said to be orthogonal if their scalar product is 0. That's all. So that is all with your 24th lecture, and this unit number 2 is complete with this lecture. In the next lecture we start unit 3. That is all. Thank you very much.